ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു 6 ബൂത്തുകളിൽ 14 ബൂത്തുകളാണ് ഒരു റൗണ്ടിലുള്ളത്. അതിൽ 6 ബൂത്തുകളിൽ LDF ലീഡ് ചെയ്യുകയാണ്. ലീഡ് ചെയ്തു സ്വരാജ് ലീഡ് ചെയ്തു. അവിടെ യുഡിഎഫിനെ ഞെട്ടിക്കും വിധത്തിലേക്ക് അവരുടെ വോട്ടുകൾ അൻവർ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. LDF വോട്ടുകൾ LDFിന്റേതായി തന്നെ വീണിട്ടുണ്ട്. അതേസമയം UDFിന്റെ വോട്ടുകൾ അൻവറിലേക്ക് പോയിട്ടുണ്ട്. വഴിക്കടവിൽ UDFിന്റെ കണക്കൂട്ടലുകളെ തകിടം മറിക്കും വിധത്തിലേക്ക് അവർ പ്രതീക്ഷിച്ച ലീഡിലേക്ക് വരാൻ കഴിയാതിരുന്നത് ഒന്നാം റൗണ്ടിന്റെ കാര്യമാണ്. ശ്രദ്ധിക്കുക, ഒന്നാം റൗണ്ടിന്റെ കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് മനു, ഇതിന്റെ ഒരു ട്രെൻഡ് തുടർച്ച സ്വാഭാവികമായി ആ പഞ്ചായത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും ഉണ്ടാകാം. അല്ല, അത് അടുത്ത പഞ്ചായത്ത് സ്വാഭാവികമായി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കാലത്തൊക്കെ ബൂത്തുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അടുത്ത റൗണ്ട് വഴിക്കടവിന്റെ ഒന്നാം റൗണ്ടാണല്ലോ നമ്മൾ. 15 തൊട്ടുള്ള ബൂത്തുകൾ അല്ലേ? അതെ 15 തൊട്ടുള്ള രണ്ടാം റൗണ്ടിലും വഴിക്കടവ് പഞ്ചായത്തിന്റെ തന്നെ മറ്റു ബൂത്തുകളിലും മറ്റു വാർഡുകളിലും ആളുകൾക്ക് കുറച്ചുകൂടി കൺവേ ചെയ്യാൻ എളുപ്പമായിരിക്കും. മറ്റു വാർഡുകളിലും ഒക്കെ ഇത് റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്നാം റൗണ്ടിൽ കണ്ട ഒരു ട്രെൻഡും രീതിയും ഒരുപക്ഷേ രണ്ടാം റൗണ്ടിലെ ഈ പഞ്ചായത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും ഉണ്ടാകാം. അതിപ്പോ ഒരു സാധ്യതയാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ അത് മുമ്പ് പറഞ്ഞതുപോലെ രണ്ടാം റൗണ്ട് പൂർത്തിയായി വരുന്ന കണക്കുകളിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഴിക്കടവിൽ 14 ഒന്നാം റൗണ്ടിലെ 14 6 LDF ലീഡ് ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നതുകൂടിയുണ്ട്. രണ്ടാം റൗണ്ട് പൂർത്തിയായി മനു. എന്താണ് കണക്ക്? രണ്ടാം റൗണ്ട് പൂർത്തിയായി എന്ന വിവരമുണ്ട്. 1244 വോട്ടിന്റെ ലീഡ് എന്നാണ് വന്നു കഴിഞ്ഞു. 1224 വോട്ടുകൾക്ക് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. ഒന്നാം റൗണ്ടിനേക്കാൾ കുറച്ചുകൂടി ലീഡ്, കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കാൻ കഴിയും. 419 ആയിരുന്നു ഒന്നാം റൗണ്ട്. 800-നടുത്ത് രണ്ടാം റൗണ്ടിൽ 800 അടുത്ത് കിട്ടിയിട്ടുണ്ട്. 800-നടുത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മുമ്പ് പറഞ്ഞതുപോലെ 1244 എന്ന് പറയുമ്പോഴും LDFിന്റെ കണക്ക് UDF 1239 മാറിയിട്ടുണ്ട്. 1239. യെസ്, കറക്റ്റ്. ഇത് അവിടെ സ്ക്രീനിൽ തിരുത്തിയത് 1239. അതെ, അത് ചെറിയ കണക്കൂട്ടലിൽ വരുന്ന പിശകൊക്കെ ആകാം, എങ്ങനെയാവാം. പക്ഷെ ഇതാണ് രണ്ടാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് 1239. ഇനി അതിന്റെ വിശദാംശങ്ങൾ, ചില നിരീക്ഷണങ്ങൾ ഒക്കെ നമുക്ക് മെല്ലെ ബൂത്തുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതെ 14 28 46 ആണ് എന്ന് പറഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് കൂടി വഴിക്കടവ് പോവുകയാണ്. മൂന്നാം റൗണ്ടിലേക്ക് വഴിക്കടവ് കിടക്കുന്നു. എക്സാക്ട്ലി. അപ്പൊ 29ാമത്തെ ബൂത്ത് മുതൽ രണ്ടാം റൗണ്ടിലേക്ക് വരും. മൂന്നാം റൗണ്ടിലേക്ക് വരും. 2 റൗണ്ട് പൂർത്തിയായിരിക്കും. 2 റൗണ്ട് പൂർത്തിയായി. ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോഴത്തെ കണക്കൂട്ടലുകളും അതിന്റെ വിശദാംശങ്ങളും എല്ലാം പ്രേക്ഷകരുമായി പങ്കുവച്ചു. ഇപ്പോൾ രണ്ടാം റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. 1239 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നതാണ് രണ്ടാം റൗണ്ടിൽ UDFിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ പ്രതീക്ഷിച്ച ലീഡ് ഈ ഘട്ടത്തിലുണ്ടോ എന്ന് അടുത്തത് പരിശോധിക്കേണ്ടതാണ് അല്ലേ? അത് ഇവരുടെയൊക്കെ വോട്ട് നില വന്നാൽ മാത്രമേ നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ.